ദുബായിയുടെ കടത്തുവള്ളങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കടത്തുവള്ളങ്ങൾ പോലെയുള്ള ഏറ്റവും പുരാതനമായ ഇപ്പോഴും വളരെ വൃത്തിയോടെയും വരെ ഭംഗിയോടെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് അബ്രകൾ. നമ്മൾ ഒരു ആലപ്പുഴയിലൊക്കെ പോയാൽ കാണുന്ന ഒരു പ്രതീതികൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മേലെ ഏറ്റവും കുറച്ചും കൂടി നന്നായിട്ട് പരിപാലിപ്പിക്കുന്ന ഒന്നാണ് ദുബായിലെ അബ്രകൾ എന്ന് പറയുന്നത്. അബ്രയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് കൽബുബൈബയിലേക്ക് പുറപ്പെടുകയാണ്. 1 ദിർഹമാണ് ഇവിടുത്തെ ചാർജ്, അതായത് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ചാർജ്. ഇവിടുത്തെ ഒരു ചായ കിട്ടുന്ന കാശിനാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത്. ദുബായിൽ 1 ദിർഹത്തിന് കിട്ടുന്ന പല സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറുതെന്നൊക്കെ പറഞ്ഞാൽ ചായയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചായ. ആ ഒരു ചായയുടെ കാശിന് ഈ ഒരു വലിയ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്തെ മുഴുവൻ കാണുന്ന രീതിയിലുള്ള ബോട്ട് സർവീസ് നമുക്ക് നടത്താൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഒരു സ്ഥലത്ത് ദുബായിയുടെ ഏറ്റവും പുത്തൻ ബിൽഡിങ്ങുകൾ നിൽക്കുന്ന സ്ഥലം, മറുവശത്താണെങ്കിൽ അതിൻ്റെ പൗരാണികതയെ ഉണർത്തുന്ന, പഴമയെ കാണിക്കുന്ന, അതിൻ്റെ പൈതൃകത്തെ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണല്ലോ. നല്ല വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോഴേ നമുക്ക് ഒന്ന് ചാടാൻ തോന്നുന്നുണ്ട്. ഞാൻ ചാടിയാൽ മതിയാ, പക്ഷെ എനിക്ക് നീന്താൻ അറിയാത്ത പ്രശ്നമുണ്ട്. ഇവിടെ നീന്താൻ പിടിച്ചോളൂല്ലേ? അപ്പോൾ ഇതിന് നാട്ടിൽ നിന്ന് ബേപ്പൂരില്ലേ, നമ്മൾ കോഴിക്കോട് ബേപ്പൂർ ഉരു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഉരുവാണ്. അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരുപാട് കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. അത്തരം ഉരുകൾ ധാരാളമുണ്ട്. അതിനെ കുറച്ചും കൂടി ഇപ്പോൾ കാണുന്ന എല്ലാം സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രദേശത്തിൻ്റെ പൈതൃകത്തെ അപ്പുറത്താണെങ്കിൽ അതിൻ്റെ മോഡേണൈസേഷനെയൊക്കെ ഒരേ സമയം കാണുക എന്നുള്ളതാണ്. 2 കാലത്തെയും 2 യുഗത്തെയൊക്കെയാണ് അടയാളപ്പെടുന്നത് അല്ലേ? 2 തരം വളർച്ചകളാണ്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അത് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അറിയാമല്ലോ, UAE കാലാവസ്ഥ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലൊക്കെ ഒരു പൊതുവെയുള്ളൊരു കാലാവസ്ഥൻ്റെ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്. അതായത് ചൂടിനെ വല്ലാതെ ഉള്ളിലേക്ക് കടത്തി വിടാതെ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷം ഉള്ളിലിങ്ങനെ നിലനിൽക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് നിർമ്മിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സൺഷെയ്ഡുകളൊക്കെ ഉണ്ടാവും ബിൽഡിങ്ങിൽ. ഇത്തരം സൺഷെയ്ഡുകൾ, കാരണം ഇവിടെ വെയിലുണ്ടെങ്കിലും അത്തരം ഈ റെയിനൊക്കെ മഴയൊക്കെ കുറവായത് കാരണം അത്തരം ഷെയ്ഡുകളൊന്നും കൊടുത്തിട്ടില്ല വീടുകൾ. പക്ഷേ മനോഹരമാണ് ഓരോ സ്ഥലവും. വെള്ളം വളരെ വൃത്തിയുള്ളതാണെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. വളരെ അല്ലേ, ഭയങ്കര പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം. അതിനൊക്കെ ഇവർക്ക് മാർക്ക് കൊടുത്തേ പറ്റും. ദിർഹത്തിൻ്റെ യാത്ര ഏകദേശം അവസാനിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന കാശുകൊണ്ട് നമ്മൾ വളരെ മനോഹരമായ ലൈഫിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളിലും അതുപോലെ സഞ്ചരിക്കേണ്ട ഒരു ബോട്ടിലുമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇതിൻ്റെ ഇത്രയും അബ്രകളുടെ ഒരു സൈസിങ്, അതിൻ്റെ സീറ്റിംഗ് വരെ അങ്ങനെയാണെന്ന് പറയണം. കാരണം നമ്മളാണെങ്കിൽ ഇത് നേരെ തിരിച്ചതിനുള്ളിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പുറം കാഴ്ചകൾ ഒറ്റയടിക്ക് കാണുന്ന രീതിയിലായിരിക്കുമല്ലോ ചെയ്തിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിനും വളരെ വൃത്തിയായിട്ട് കാണുന്ന രീതിയിലാണ് ബോട്ടിൻ്റെ അബ്രയുടെ ഒരു സീറ്റിംഗ് ഒക്കെ അറേഞ്ച്. എല്ലാവരും ഓപ്പോസിറ്റിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി കംഫർട്ടാണ്.